ഈ സെഷനിൽ വ്യക്തിബന്ധങ്ങളിൽ നാം പാലിക്കേണ്ട വേദപുസ്തക പ്രമാണങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. At this point, we are going to turn to the interpersonal relationships that have to govern the married life. 4 പ്രധാന പ്രമാണങ്ങൾ ഞാൻ തിരുവെഴുത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. Intention is to show for the 4 different principles. ഈ പ്രമാണങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അല്ല തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. It is not said in the word of God in relation to the husband-wife relationship. പൊതുവെ എല്ലാവരും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. In the Bible, it is about relationship among all believers. പിന്നെ എന്തിനാണ് ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇപ്പോൾ പറയുന്നത്? Why is it therefore being related to the husband-wife relationship? അന്യോന്യ ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. The relationship with one to another, the closest is between husband and wife. അപ്പോൾ മറ്റു ബന്ധങ്ങളിൽ ഈ പ്രമാണം പാലിക്കണമെങ്കിൽ തീർച്ചയായും ഒന്നാമത്തെ ബന്ധത്തിൽ ഈ പ്രമാണം നാം ആദ്യം പാലിക്കണം. If this is relevant to all relationships, then definitely this is relevant to the closest intimate relationship. കാരണം ഇതിനേക്കാൾ അടുത്ത വേറൊരു ബന്ധം മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല. Because there's no other relationship that's closer than this in the case of mankind. അതുകൊണ്ട് ഇത് പൊതുപ്രമാണങ്ങളാണെങ്കിലും ആ പൊതുപ്രമാണം ഒന്നാമത് നാം പാലിക്കേണ്ടത് ഏറ്റവും അടുത്ത ബന്ധത്തിലാണ്. Therefore, though these are being general principles, it has to be definitely considered in the closest and intimate relationship. നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ശരിയായി നയിക്കണമെങ്കിൽ, if it is necessary that in God's plan that our life as a married life be in the right way, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേദപുസ്തക പ്രമാണങ്ങൾ നാം അനുസരിക്കണം. we should, as earlier mentioned, it should be in the principles as given in the word of God. അതുകൊണ്ട് ഈ അന്യോന്യ ബന്ധങ്ങളിൽ നാം പ്രമാണിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് നാം ഒരുമിച്ച് നോക്കാനായിട്ട് പോകുകയാണ്. Shall we consider the principles that govern these interpersonal relationships now? ഒന്നാമത് റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Firstly, the 7th verse of Romans chapter 15. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. Therefore receive one another just as Christ also received us. അന്യോന്യം കൈക്കൊള്ളുക, to receive one another. ഞാൻ വിചാരിക്കുന്നു കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇതാണ്. As regards family relationship, this is the first thing that we should consider. ഭാര്യയും ഭർത്താവും അന്യോന്യം സ്വീകരിക്കണം. Husband and wife should receive one another. നിങ്ങൾ പറയൂ, അയ്യോ ഞങ്ങളിത് എന്നേ സ്വീകരിച്ചതാ. That we have received earlier on. കൈ പിടിപ്പിച്ചപ്പോ തന്നെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാ സ്വീകരിച്ചത്. The moment that we held hands together, that's when we received each other. വർഷം 25 കഴിഞ്ഞ് ഇപ്പൊ പറയുകയാണ് നിങ്ങൾ അന്യോന്യം സ്വീകരിക്കണമെന്ന്. And after 25 years, you emphasize that we should receive one another. നിങ്ങൾ അത് പറയാൻ വരട്ടെ, ഞാൻ പറയുന്നത് ബാക്കിയൂടെ കേട്ടിട്ട് കൺക്ലൂഷന് വരാവുള്ളൂ. Just pause there before you take that conclusion. ഈ ഉപദേശമാരെ വളരെ സൂക്ഷിക്കണം. There are some things that you have to consider about evangelists. കാരണം അവരിങ്ങനെ പല വീടുകളിൽ പോയി താമസിക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും. Because they proclaim things that they have been in different homes. പക്ഷേ ഞങ്ങൾ പേരും നാളും ഒന്നും പറയല്ല. But definitely the names may not be mentioned. അതുകൊണ്ട് ആരാണെന്ന് ആരും ഊഹിക്കാൻ പോകണ്ട. And don't assume who is who. പക്ഷെ കാര്യം മനസ്സിലാക്കാനായിട്ട് ചില ഇത് റിയൽ ആണ്, ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ല എന്ന് കാണിക്കാനായിട്ട് ചില സംഭവങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. But just to emphasize the fact that these are real facts and not necessarily to be connected to people. കഴിവതും മനസ്സിലാക്കാതിരിക്കാൻ ഒക്കുന്ന പോലെ പറയാൻ ശ്രമിക്കാം. And will be explained in the most easily understood manner. Okay, ഞാൻ ഒരു വീട്ടിൽ ഇന്ത്യക്ക് വെളിയിൽ ഒരു വീട്ടിൽ പോയി താമസിക്കുകയായിരുന്നു. Went to a house outside of India. ആദ്യമായിട്ടാണ് ആ രാജ്യത്ത് പോകുന്നത്. First time going to that country. മലയാളികളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. Residing in the home of Malayalis. ആ ഭാര്യയും ഭർത്താവിനെയും ആദ്യമായിട്ടാണ് അടുത്ത് പരിചയപ്പെടുന്നത്. First time a closer meeting with the husband and wife. വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി ആ വീട്ടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്. In a short time it was understood there was an emergency in that home. കാരണം ഈ ഭാര്യയും ഭർത്താവും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ടെക്നിക്കൽ ആയിട്ട് മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ. It was clear that whenever the husband and wife do converse to each other, it was on technical terms. നമ്മുടെ ഒരു കുടുംബത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. We are talking about a believers assembly. ഈ സ്ഥലമല്ല, വേറൊരു സ്ഥലമാണെന്നേ ഉള്ളൂ. Not here, in another place. അപ്പോ പാല് മേടിച്ചോ എന്ന് ചോദിക്കും. The question was, have you brought the milk? ഭക്ഷണം റെഡിയായി കഴിക്കാൻ വാ. Come to eat, the food is ready. മോളെ സ്കൂളിലോട്ട് കൊണ്ടുപോ. Take the child to school. അപ്പൊ അവര് തമ്മിൽ വർത്താനം പറയുന്നുണ്ട്.
They are conversing, പക്ഷെ യാതൊരു സ്നേഹവും ഈ സംസാരത്തിലില്ല. but there's no emotional love in this conversation. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കുടുംബത്തിൽ എന്തോ കുഴപ്പമുണ്ട്. That means there was definitely something wrong in this home. പക്ഷെ ഒട്ടും പരിചയമില്ലാത്തവരായോണ്ട് ഒന്നും ഊഹിക്കാൻ കഴിഞ്ഞില്ല. Familiarity was not so enough to start assuming things. അപ്പൊ ഞാനും ഇങ്ങനെ മനപ്രയാസപ്പെട്ട് ചില ദിവസങ്ങൾ അവിടെ കഴിയാണ് വീട്ടിൽ. It was a burden at home and was continuing to stay there, brother. ആ സ്ഥലത്ത് അനേക ദിവസം യോഗം ഉണ്ടാകുകൊണ്ട് കുറെ ദിവസം അവിടെ താമസിക്കുകയും വേണം. And since there was a long preaching assignment, it was necessary to stay at that home for a long time. ഒരു ദിവസം ഈ ഭർത്താവ് ജോലിക്ക് പോയപ്പോ One day when the husband went to work, ഭാര്യ എന്നെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയി. and the wife took brother for shopping. എന്നേക്കാൾ പ്രായമുള്ള ഭാര്യയും ഭർത്താവുമാണ്. They are older to brother. അപ്പൊ ഇങ്ങനെ നടന്ന് ഷോപ്പിങ്ങിന് പോകുന്ന വഴിക്ക് While they were walking along, ഈ സഹോദരി പതുക്കെ ഓപ്പൺ അപ്പ് ചെയ്യാൻ തുടങ്ങി. and the sister opened up her heart. എന്നോട് പറഞ്ഞു, എന്റെ സഹോദര, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല. Dear brother, our relationship is not all great. ഞങ്ങള് കല്യാണം കഴിച്ചപ്പോ When we married, ഇദ്ദേഹം ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചത്. at that time he told me that he was an accountant in a company. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി അക്കൗണ്ടന്റും അല്ല കുക്കൗണ്ടന്റും അല്ല. He's neither an accountant or any other in that job. ചുമ്മാ ഏതോ ഒരു ഓഫീസിൽ ഒരു ജോലിയാ. Just a job in an office. എന്നെ ചതിച്ച് കല്യാണം കഴിച്ച. So that was something that was not correct. അപ്പൊ എനിക്ക് സംഗതി പിടുത്തം കിട്ടി. Then that was clear. ഇതാണ് പ്രശ്നത്തിന്റെ കാരണം. This is the first reason. അപ്പൊ ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ഭാര്യ പറയുന്നത്, after so many years, this is what the wife had to say. എന്നെ ചതിച്ചല്ലേ കെട്ടിയത്. You have cheated me. വലിയ അടുപ്പത്തിനൊന്നും പറഞ്ഞ അങ്ങ് മാറി എന്നാ മതി. So keep a distance from me. ഭാര്യയും ഭർത്താവുമാണ്. Of course, husband and wife. അവർക്കൊരു കുട്ടിയുമുണ്ട്. They have a child too. പക്ഷേ ഇതുവരെ ഈ ഭാര്യ ഭർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. The wife has yet not accepted the husband. കൈ കൊടുത്തപ്പോ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് കൈ കൊടുത്തത്. When they held hands, yes, I receive is what they said. പക്ഷെ ഇപ്പോഴും ഈ ഭാര്യ മനസ്സിൽ ഇദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. But mentally, they have not accepted. The wife hasn't accepted the husband. അത് കഴിഞ്ഞ് ഞാൻ പോകേണ്ട ദിവസം വന്നു. And the time to depart came for the brother. ഈ സഹോദരൻ എന്നെ എയർപോർട്ട് വിടാനായിട്ട് കാറെ കൊണ്ടുപോവുക. And the husband is dropping brother off to the airport. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഈ സഹോദരനും ഓപ്പൺ അപ്പ് ചെയ്തു. And at the last moments, the brother also opened up his heart. കൂടുതലൊന്നും പറഞ്ഞില്ല. He didn't say much. ഈ കല്യാണം ആലോചിച്ച് ഉപദേശിയെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. And he explained that he would have even hit the person who organized his marriage. തല്ലിക്കൊല്ല എന്നുള്ളത് എന്റെ പ്രയോഗമാണ്, പക്ഷെ പുള്ളി ഉദ്ദേശിച്ചതാ. Though that was a usage, that is what he meant. അപ്പോ ഏതോ കുഴപ്പം പറഞ്ഞാണ് ഈ കല്യാണം ആലോചിച്ചെന്നാണ് അതിന്റെ അർത്ഥം. So that means this marriage was put together with some problems. അപ്പൊ ഇവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും, though they are living together 10-20 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കായിരിക്കും, for 20 years or so, ഇതുവരെ ഇവർ അന്യോന്യം സ്വീകരിച്ചിട്ടില്ല. even now they had not accepted each other. ഭാര്യ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? What does the wife say? എന്നെ കളിപ്പിച്ചല്ലേ കെട്ടിയത്. Oh, you cheated me when marrying me. ഭർത്താവ് ഇതുപോലെ മനസ്സിൽ ഏതാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. And the husband is saying similar things in his mind. ഇങ്ങനെ ജീവിച്ചാൽ ഒരിക്കലും ജീവിതം ശരിയാകില്ല. If you continue your lives like this, it can never be okay. നിങ്ങൾ എല്ലാവരും നേര് പറഞ്ഞാ കല്യാണം കഴിച്ചതെന്ന് ഞാനങ്ങ് വിചാരിക്കുന്നു. Let us assume that you have truthfully married each other. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും, even otherwise, കല്യാണം കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു പക്ഷേ കണ്ടുപിടിച്ച് കാണുമായിരിക്കും. maybe some things were revealed after marriage. ഏതായാലും കല്യാണം കഴിഞ്ഞു. However, the marriage is over. ഇനി ആ ദിവസം വന്നിച്ച് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. Now you cannot undo what has happened. ഉപദേശത്തെ തല്ലിക്കൊന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീരുകയല്ല. Challenging it with the evangelists who brought them together won't change any, make any difference. ഇനി ചെയ്യാനുള്ളത്, now what you have to do, നിങ്ങളായിരിക്കുന്ന നിലയിൽ അന്യോന്യം സ്വീകരിക്കുക. that while you are there together, accept one another. വിവാഹം കഴിഞ്ഞായിരിക്കും ഭർത്താവിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. Maybe after marriage you found a difference in his behavior. മാലാഖയാണെന്ന് വിചാരിച്ചാ കല്യാണം കഴിച്ചത്. Well, you married him thinking he is Malachi. കല്യാണം കഴിഞ്ഞാണ് മാലാഖയ്ക്ക് ഓപ്പോസിറ്റ് ആണ്, ഞാൻ ആ വാക്ക് പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. But then later it was found it is opposite. ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. There is nothing that you can do. നാം ഇവിടെ വായിച്ച പ്രമാണം എന്താ? What did we see the principle? അന്യോന്യം സ്വീകരിക്കുക. Receive one another. എങ്ങനെ സ്വീകരിക്കണം? How do we receive one another? ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മെ സ്വീകരിച്ചതുപോലെ, just as Christ received him for the glory of God. എങ്ങനെയാണ് ക്രിസ്തു നമ്മെ സ്വീകരിച്ചത്? How did Christ receive us? നമ്മുടെ എല്ലാ കുറവും പോക്കിയിട്ടാണോ? Having corrected all our wrongs. നമ്മുടെ വ്യക്തിത്വത്തിലെ എല്ലാ കുറവുകളും നീക്കിയിട്ടാണോ? Made all those shortcomings away from our character? അല്ല. No. നാം എല്ലാവരും ആയിരിക്കുന്നത് പോലെ
ക്രിസ്തു നമ്മെ സ്വീകരിച്ചു. We were accepted as we are. That's how Christ accepted us. പരിപൂർണ അക്സെപ്റ്റൻസ് ആണ്, സ്വീകരണമാണ്. It was a complete acceptance. മാത്രമല്ല പരിപൂർണ സ്നേഹവുമാണ്. It was with a complete love. നമ്മളെല്ലാം ശരിയായതുകൊണ്ടല്ല, Not because we were correct, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ നമ്മെ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുക. but we were accepted as we were in the condition that we were. എന്നിട്ട് സ്വീകരിച്ച് കഴിഞ്ഞെന്താ ചെയ്യുന്നത്? And then what does he do after receiving us? നമ്മെ ചേഞ്ച് ചെയ്യുക. And then the changes are made to us. തന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്താൻ ഇന്ന് നമ്മിൽ വേല ചെയ്തുകൊണ്ടിരിക്കുക. To be made like him, to be made Christ-like, he is working in us. ഇതുപോലെ നിങ്ങളും അന്യോന്യം സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ പ്രമാണം. And the example here is to use such an example in receiving one another in the husband-wife relationship. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Assuming that everyone sitting here is under that acceptance. എന്നാൽ ഒരു പക്ഷേ നമ്മൾ ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. However, it might be in some homes it is not that way. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? So what should we do? ഈ പ്രമാണം അനുസരിക്കണം. We have to accept this principle. എന്നെ കർത്താവ് എന്റെ സകല കുറവുകളോടും കൂടെ സ്വീകരിച്ചതുപോലെ, Just as Christ received us with all our shortcomings, എന്റെ ഭാര്യയെ എന്റെ ഭർത്താവിനെ എന്തെല്ലാം കുറവ് ആ വ്യക്തിക്കുണ്ടെങ്കിലും ഞാൻ ആ ആൾ ആയിരിക്കുന്ന നിലയിൽ പൂർണ്ണമായി സ്വീകരിക്കുന്നു. my wife or my husband, in whichever form that he is or she is, in all the shortcomings, I accept him or her. ചിലപ്പോൾ മുൻകോപക്കാരനായിരിക്കാം. Maybe he is one who's angry. ചിലപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടത്ര അനുസരണം ഇല്ലായിരിക്കാം. Maybe she is not so obedient. ശരിക്ക് കീഴ്പ്പെടുന്നില്ലായിരിക്കാം. Maybe she is not submitting. എന്നാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം. But in whatever condition he or she is, to accept in the fullness. എന്നിട്ട് പ്രാർത്ഥനാപൂർവം ആ ആളെ വ്യത്യാസപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. And prayerfully to correct or to rectify whatever is in the other person. ബലമായിട്ട് ബൈ ഫോഴ്സ് ആരെയും വ്യത്യാസപ്പെടുത്താൻ ശ്രമിക്കരുത്. Not to make the change forcefully. നമ്മൾ യൂസിങ് ഫോഴ്സ് ഒരാളെ ആത്മീയനാക്കാനൊക്കെ ഇല്ല. You cannot forcefully make a person spiritual. എന്റെ ഭാര്യയ്ക്ക് വലിയ ആത്മീയത്വം ഒന്നുമില്ല, അവളെ എങ്ങനെയെങ്കിലും ആത്മീയത്തെ ഉള്ളവളാക്കി ഞാൻ തീർക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ബലം പ്രയോഗിക്കരുത്. Do not try and use force in trying to rectify a person's spiritual condition. എന്റെ ബ്രദറെ, ഇവളുടെ കാര്യം വലിയ കഷ്ടമായി, ഇവളോട് 2 ഗുണദേശം പറഞ്ഞു കൊടുക്ക്. Oh, dear brother, please tell her some good things so that she can be rectified. ഞങ്ങളൊക്കെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില ഭോഷന്മാരായ ഭർത്താക്കന്മാർ പറയുന്ന ഒരു വാചകം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. This is a statement made by some foolish husbands when brother goes to visit homes. അങ്ങനെ ഒരിക്കലും പറയരുത്. You should not say that. ഭാര്യയ്ക്ക് കുറവുകളുണ്ടെങ്കിൽ, Of course, the wife has some shortcomings. പ്രാർത്ഥനയോടുകൂടെ, Prayerfully, സ്നേഹത്തോടുകൂടെ, in love, നിങ്ങൾ മാതൃക കാണിച്ചുകൊണ്ട് exemplary, അവരെ സഹായിച്ച് ആത്മീയമായിട്ട് ഉയർത്താൻ ശ്രമിക്കണം. support them and try to lift them up spiritually. നിങ്ങൾ ദേഷ്യപ്പെട്ടത് കൊണ്ടോ 10 കൽപ്പനകൾ വീട്ടിൽ റൂൾ സ്ഥാപിച്ചത് കൊണ്ടോ ഭാര്യ ആത്മീയാകയില്ല. By being angry and trying to put down the 10 commandments, the wife is not going to change. നിങ്ങളുടെ ഭർത്താവിന് ചിലപ്പോൾ വളരെ കുറവുകൾ കാണും. Maybe the husband has a lot of shortcomings. ഈ കുറവെല്ലാം പരിഹരിച്ചിട്ടേ ഞാൻ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറയരുത്. But do not say that after you have corrected all your shortcomings that I'll receive you. നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഈ ഭർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിക്കണം. You should accept your husband in fullness of love. കർത്താവ് നിങ്ങളെ സ്വീകരിച്ചതുപോലെ. Just as Christ received you. ഇനി പ്രാർത്ഥനയോടുകൂടെ, നിങ്ങളുടെ മാതൃകയോടുകൂടെ ആളെ ഇംപ്രൂവ് ചെയ്യാൻ, വ്യത്യാസപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. Prayerfully and in example, try to improve that person. പിന്നെ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ ഏറ്റവും എളുപ്പമുള്ള ആൾ നമ്മൾ തന്നെയാണ്. The person that whom you can change is yourself. എന്നിലുള്ള കുറവുകൾ പരിഹരിച്ച് ഒരു ബെറ്റർ ഹസ്ബൻഡ്, ബെറ്റർ വൈഫ് ആകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം. The first thing that has to be done is to become an exemplary husband or exemplary wife on ourselves. അങ്ങനെ നാം ചെയ്യുമ്പോൾ മറ്റേയാളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. Then if you do that in yourself, then you can help the other person. ക്രിസ്തു സ്വീകരിച്ചതുപോലെ അന്യോന്യം സ്വീകരിക്കുക. Just as Christ received us, receive one another. ഞാൻ വിചാരിക്കുന്നു ഈ പ്രമാണം നാം അനുസരിക്കാമെങ്കിൽ നമ്മുടെ 50% പ്രശ്നം തീർന്നു. Of course, if you accept this in 50% of this principle, then most of our problems are solved. എന്റെ ഭർത്താവ് അങ്ങനെയുള്ള ആളാണ്. My husband is such a person. എന്റെ ഭാര്യയ്ക്ക് എങ്ങനെയുള്ള കുറവുണ്ട്. My wife has such a shortcoming. ഇതൊക്കെ ഉണ്ടെങ്കിലും, however these may be there, പൂർണ്ണ സ്നേഹത്തിൽ ഞാൻ എന്റെ ഭാര്യയായ ഭർത്താവായ എന്റെ ഹൃദയത്തിൽ അയാളെ സ്വീകരിച്ചിരിക്കുന്നു. with all these things being there, in fullness of love, I accept my husband or my wife to myself. ഇത് ആത്മാർത്ഥമായി ചെയ്താൽ നമ്മുടെ പ്രശ്നം വളരെ പരിഹരിച്ചു. Once you do that sincerely, then it will be the problems will be solved. അത് മാത്രമല്ല, തിരുവെഴുത്ത് നമ്മോട് പറയുന്ന വേറൊരു കാര്യമുണ്ട്. The word of God has something else to say. നമ്മുടെ ഭാര്യയെ നാം ശരിയായി മനസ്സിലാക്കണം. We have to understand our wife or our partner. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 7th verse of third chapter of 1 Peter. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം.
തിരുവെഴുത്തിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. Explain something about the scripture. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, പുതിയ തിരുവെഴുത്തിന്റെ പ്രത്യേകത, അത് വളരെ പ്രാക്ടിക്കൽ ആണെന്നുള്ളതാണ്. One important thing about the word of God is that it's very practical. എനിക്ക് തിരുവെഴുത്തിനെ കുറിച്ച് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അതാ. That is one thing that brother really is enjoying about the word of God. വളരെ